കസേരയിലിരുന്ന് ഉത്തരവുകൾ ഇറക്കുന്നതല്ല, ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങളിലൂടെ തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുകയാണ് തുക്കാറാം മുണ്ടെ. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുണ്ടയുടെ ഏറ്റവും പുതിയ തീരുമാനമാണ് വീണ്ടും മഹാരാഷ്ട്രയിൽ ചർച്ചയാവുന്നത്. മഹാരാഷ്ട്രയിലെ സ്കൂളുകളിലും 50 മീറ്റർ ചുറ്റളവിലും വടാപാവ്, സമൂസ ഉൾപ്പെടെയുള്ള കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ വിൽപ്പനയ്ക്കും വിതരണത്തിനുമാണ് നിയന്ത്രണം വരുന്നത്. കുട്ടികളുടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റം ലക്ഷ്യമിടുന്ന തീരുമാനത്തിന് സമ്മിശ്ര പ്രതികരണം. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്കൂൾ മാനേജ്മെന്റും പുതിയ ഉത്തരവിനെ എങ്ങനെ കാണാം. തുക്കാറാം മുണ്ടയുടെ പുതിയ തീരുമാനത്തിന് പിന്നിലെ ലക്ഷ്യങ്ങളും ഉയരുന്ന ചോദ്യങ്ങളും തേടിയുള്ള സ്പെഷ്യൽ റിപ്പോർട്ട്. കുട്ടികളുടെ ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന ഭക്ഷണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പുതിയ ഉത്തരവ് പ്രകാരം സ്കൂളിനകത്തും സ്കൂളിന്റെ 50 മീറ്റർ ചുറ്റളവിലും കൊഴുപ്പ്, പഞ്ചസാര, ഉപ്പ് എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ വിൽക്കാനോ വിതരണം ചെയ്യാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. വടാപാവ്, സമൂസ തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾക്ക് പകരം പഴങ്ങൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി സ്കൂൾ ക്യാൻറ്റീൻ മെനു തയ്യാറാക്കാനാണ് നിർദ്ദേശം. 50 मीटर पेरीफेरी में स्कूल के HFSS फूड अलाउड नहीं है, वो प्रोहिबिटेड है. हाई फैट एंड शुगरी आइटम जो है वो प्रोहिबिटेड है, जैसे कि डीप फ्राइड हो, शुगरी प्रोडक्ट हो, जो कैफिनेटेड ड्रिंक्स है वो हो, ये अलाउड नहीं, बिकॉज दैट इज अफेक्टिंग द हेल्थ ऑफ द चिल्ड्रन. കുട്ടികളിൽ ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തുകയാണ് ലക്ഷ്യം. സ്കൂൾ പ്രായത്തിൽ തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യം कुटिकल മനസ്സിലാക്കണം. बाहर का खाना बंद किया है, बहुत अच्छा किया है गवर्नमेंट ने. अभी घर का खाना वो लोग खाएंगे, वड़ा पाव तो सबसे बेस्ट है, बंद कर दिया है. So it is advisable to give dosa or chapati to the students. सो तो हा डिसिजन जो घेतलाय तो व्हेरी बेस्ट डिसिजन फॉर चिल्ड्रन्स. സുരക്ഷിത ഭക്ഷണം, സുരക്ഷിത മഹാരാഷ്ട്ര എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി. चपाती, सब्जी वगैरह बच्चे लोग को दीजिए. बाहर का जो जंक फूड है वो मत दीजिए, क्योंकि बारिश से बच्चे बीमार होते हैं. बच्चों के बेनिफिट के लिए हेल्दी के लिए अच्छा है. उससे अच्छा है तो बच्चे तो घर का खाना भी तो अभी ये करेंगे, खाने के लिए तैयार हो जाएंगे जो नहीं खाना चाहते थे. രക്ഷിതാക്കൾ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ അഭിപ്രായം മറ്റൊന്നാണ്. हम लोग को वड़ा पाव, समोसा सब पसंद है, मगर बाहर से कुछ खाता नहीं है, क्योंकि तबीयत खराब होता है इसलिए बाहर का खाते नहीं. और समोसा हमें बहुत पसंद है, बट स्कूल में हम नहीं खाते क्योंकि हमने बाहर का खाने का बंद कर दिया है. वड़ा पाव और समोसा पाव पसंद है, बट मैं स्कूल में नहीं लाती. അതേസമയം കുട്ടികളുടെ ഭക്ഷണശീലത്തിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റുകളുടെ നിലപാട്. നിയമത്തിൻ്റെ അഭാവമല്ല, പക്ഷേ നിയമം നടപ്പിലാക്കുന്നവരുടെ അഭാവമാണ് കാണുന്നത്. കാരണം ഇതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവർക്ക് കോൺട്രാക്ടർക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലെന്നുള്ളത്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ ജോലിക്കാരെ അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് കമ്പൽസറിയാണ്. അത് ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് 1 വർഷമാകാം, 2 വർഷമാകാം, 3 വർഷമാകാം, കാലാവധി കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുവാൻ ഇവർക്ക് കഴിയുമോ, അതുപോലെ വേറെ അസുഖങ്ങളുള്ളോ, ഇത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ റെയിൽവേയിൽ തന്നെ പല സ്റ്റാളുകളും അവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ആദ്യ ഇൻസ്പെക്ഷൻ പോകുമ്പോൾ ലൈസൻസ് പ്ലസ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. കുട്ടികളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടത് സ്കൂളുകളുടെ ഉത്തരവാദിത്തമാണ്. സ്കൂളിൽ അകത്തുള്ള കാര്യങ്ങൾക്ക് മാനേജ്മെൻറ്റും ടീച്ചേഴ്സിനും നിബന്ധനപ്പെടുത്താൻ പറ്റും. പക്ഷെ വെളിയിലുള്ള കാര്യങ്ങൾക്ക് നിബന്ധനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ അതോറിറ്റികൾ, ഗവൺമെൻറ് അതോറിറ്റികൾ നിയന്ത്രിച്ചാൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. റെയ്ഡ് നടത്തുക മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ അത് കടക്കാർ അത് വിൽക്കാനെ കൊണ്ട് താല്പര്യപ്പെടത്തില്ല, കുട്ടികൾ വാങ്ങി കഴിക്കത്തുമില്ല. ഗവൺമെൻറ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രപ്പോസൽ എല്ലാ സ്റ്റേറ്റിലും കൊണ്ടുവന്നിട്ട് സ്ട്രിക്റ്റായിട്ട് ഈ ജങ്ക് ഫുഡ് മാതിരിയുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ആരോഗ്യകരമായ മെനു തയ്യാറാക്കുന്നതിന് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണവും ആവശ്യമാണ്. ഒരു സ്കൂളിൻ്റെ പരിസരത്ത് ലഹരി മാഫിയകൾ, അതുപോലെ നമ്മുടെ ഇത്തരം ഭക്ഷണങ്ങൾ വിൽക്കുന്നതൊക്കെ നിയമവിധേയമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളല്ല, അതിൻ്റെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കാര്യത്തിൽ ആദ്യം ഉത്തരവാദിത്വം എടുക്കേണ്ടത് പാരൻസാണ്. അവരുടെ കുട്ടികൾ നല്ല ഫുഡ് ഹാബിറ്റിൽ വളരണം എന്നുള്ളത് അവരുടെ മാത്രമായിട്ടുള്ള ഫസ്റ്റ് പ്രിഫറൻസ് അവരുടേതാണ്. രണ്ടാമത് ടീച്ചേഴ്സാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കുട്ടികൾ കൊണ്ടുവരുന്ന റിഫ്രഷ്മെൻറ്റ് ബോക്സുകൾ വല്ലപ്പോഴും ഒക്കെയെങ്കിലും ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി കൂടെ ടീച്ചർമാർ ഒരു റാൻഡം ചെക്കിങ് വല്ലപ്പോഴൊക്കെ നടത്തണം. കാരണം പല പാരൻസുകളും രാവിലെ ഓഫീസിലേക്ക് ഓടുന്നവരാണ്,
വഴിയിലുള്ള അടുത്തുള്ള കടകളിൽ നിന്ന് വടാപ്പാവോ അതോ വല്ലതും വാങ്ങിച്ച് തിക്കി തിരക്കി ഈ ടിഫിൻ ബോക്സ് വെച്ച് അടച്ചുവിടുന്ന ഒരുപാട് പാരൻസിനെ എനിക്കറിയാം. 1,00,000-ലധികം സ്കൂളിലെയും ഏകദേശം 2 കോടി വിദ്യാർത്ഥികളിലെയും ഭക്ഷണശീലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തീരുമാനമാണിത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പാടില്ല എന്നുള്ളത് നല്ല കാര്യമാണ്. ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഈ റൂൾസ് വളരെ ഉപകാരപ്രദമാണ്. സ്കൂളിൽ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജങ്ക് ഫുഡ് അലൗഡ് ചെയ്യണില്ല കുട്ടികൾക്ക്. കമ്പൽസറി കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഹോംലി ഫുഡ് മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന്. അതുകൊണ്ട് ടീച്ചേഴ്സും ചെക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. എപ്പോഴും റിസസ് ടൈമിൽ ഞങ്ങൾ ടീച്ചേഴ്സിനെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവറി ഡേ 1 by 1 ടീച്ചേഴ്സ് വരും. അവർ എല്ലാ ഫ്ലോറിലും പോയി ക്ലാസ് വൈസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യമാണ് ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുന്നത് കുട്ടികൾ. കാരണം ഇന്നത്തെ മിക്ക കുട്ടികൾക്കുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുഡ് കഴിക്കുന്നത് വഴി ഹൈ കാലറീസ് ആണ്. അതുപോലെ തന്നെ ന്യൂട്രീഷ്യൻസ് ഒന്നും കുട്ടികളുടെ ശരീരത്തിൽ കിട്ടണില്ല. ഉത്തരവ് നടപ്പാക്കുന്നതോടെ മഹാരാഷ്ട്രയിലെ സ്കൂൾ ക്യാൻറ്റീനുകളിലും പരിസരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം തന്നെയാകും ഇനി നിർണായകം. അംശവുംപടി ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ വീണ്ടും കാണാം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് Amritweni Hair Elixir for Women.